മലയാള സിനിമയ്ക്ക് വ്യവസായ പദവി. ജെ.സി. ഡാനിയേൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി. IFFKക്ക് സ്ഥിരം വേദി. മലയാള സിനിമാ മേഖലയുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യങ്ങൾക്ക് അംഗീകാരം നൽകി വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സിനിമയെ ഒരു വ്യവസായമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ തീരുമാനമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇതോടെ മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് പുതിയ ദിശ തുറക്കുമെന്നാണ് വിലയിരുത്തൽ. ചലച്ചിത്ര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ചിത്രനഗരം എന്ന പേരിൽ ജെ.സി. ഡാനിയേൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി കൊച്ചിയിൽ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിനിമാ നിർമ്മാണത്തിനും അനുബന്ധ മേഖലകളുടെയും വികസനത്തിന് ഈ പദ്ധതി വലിയ പിന്തുണയാകുമെന്നാണ് പ്രതീക്ഷ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമായ IFFKക്ക് സ്ഥിരം വേദി ഒരുക്കുന്നതും ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നാണ്. കൂടാതെ വ്യാജ സിനിമാ പ്രചരണവും പൈറസിയും തടയുന്നതിനായി ആന്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ദേശീയ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണ കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും സർക്കാർ ലക്ഷ്യമിടുന്നു. ഈ സമഗ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിനായി ബജറ്റിൽ 100 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അംഗീകാരം ലഭിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. വ്യവസായ പദവി ലഭിക്കുന്നതോടെ മലയാള സിനിമ വാണിജ്യപരമായും കലാപരമായും കൂടുതൽ മുന്നേറാൻ സാധിക്കുമെന്ന് വ്യവസായ പദവി ലഭിക്കുന്നതോടെ മലയാള സിനിമ വാണിജ്യപരമായും കലാപരമായും കൂടുതൽ മുന്നേറാൻ സാധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. അതേസമയം ബജറ്റ് പ്രഖ്യാപനത്തിൽ നന്ദി അറിയിച്ച നടൻ മോഹൻലാലും രംഗത്തെത്തി. സിനിമയെ ഒരു വ്യവസായമായി പരിഗണിക്കാനുള്ള തീരുമാനം ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമാ മേഖലയെ കൈപിടിച്ചുയർത്തുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച സർക്കാരിനും മുഖ്യമന്ത്രി വി.ഡി. സതീശനും സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിനും അദ്ദേഹം നന്ദി അറിയിച്ചു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് സുപ്രധാന പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. അന്തരിച്ച നടൻ സലീം കുമാറിന്റെ സ്മരണാർത്ഥം എറണാകുളത്ത് സ്മാരകം നിർമ്മിക്കാൻ 1 കോടി രൂപ വകയിരുത്തി. പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ പേരിൽ തൃശൂരിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുവാനും 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ വളർച്ചയ്ക്കും സാംസ്കാരിക മേഖലയിലെ വികസനത്തിനും പുതിയ ഊർജം പകരുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് ഈ വർഷത്തെ ബജറ്റ് ശ്രദ്ധേയമായിരിക്കുന്നത്.